അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ്റെ പിറന്നാളൊന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ അമ്മൂൻ്റെ വീട്ടിൽ പോയിട്ട്, കാരണം അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കുട്ടി ചെറുതല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേക്ക്, അവൾ സ്പെഷ്യലായി ചെയ്യിപ്പിച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു, കാണാനും കഴിക്കാനും നന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഒരു കേക്ക് ലവർ അല്ലാത്തതുകൊണ്ട് അധികം കഴിച്ചില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ അല്ലും ഡിങ്കുവാണ്. കാരണം അല്ലുവിന് കേക്ക് കഴിക്കാൻ, ഡിങ്കുവിന് അതൊക്കെ പിടിച്ച് അങ്ങോട്ട് വലിച്ചതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ട് കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അമ്മയും അമ്മൂ ഇതൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ അവിടെ അമ്മൂൻ്റെ അമ്മ ആൻറ്റി പറയുക, ഞാൻ മാക്സി ഇട്ടിരിക്കണത് എന്നെ കാണിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു എന്തായാലും കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ നമ്മളിത് വീണ്ടും കേക്കൊക്കെ കഷ്ണങ്ങളാക്കി അപ്പുറത്തുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പിന്നെ അത് അമ്മു ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു, ഞാനല്ല ഏട്ടൻ. അങ്ങനെ നമ്മൾ കഴിക്കാൻ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് റൈസും ചിക്കൻ കറിയും ചില്ലി ചിക്കനും ആയിരുന്നു. അത് ഞാൻ നന്നായി കഴിച്ചു. അല്ലൂരും ഡിങ്കുവിനും കഴിക്കാനെടുത്താണ്, അവർ കഴിച്ചില്ല അധികം. അപ്പോൾ അവരുടെ ബാക്കി കൂടെ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് വിഴുങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, പക്ഷേ ഇപ്പം ചെറുതായിട്ട് ഈ മീൻകറി കൂട്ടി കഴിക്കാൻ എന്തോ ഒരു ഇഷ്ടമുള്ള സാധനമാണ് ഈ കപ്പ ലവറൊന്നല്ല കേട്ടോ. അങ്ങനെ കപ്പയും മീൻകറിയും കൂട്ടി ഞാൻ വീണ്ടും കുറച്ചങ്ങോട്ട് കഴിച്ചു. പിന്നെ ചപ്പാത്തി, പത്തിരി, ചില്ലി ചിക്കൻ, കടലക്കറി, സാദാ ചോറ്, മാങ്ങച്ചാറ് നല്ല സാധനമായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ. തൊണ്ട ഇപ്പോഴും മാറിയിട്ടില്ല.